ഇത് ഇവർ മുമ്പ് എന്തോ ബ്ലോക്കായിട്ട് ഇത് അഴിച്ചിട്ട് ഇപ്പോൾ ലീക്ക് വരുന്നുണ്ട്. കുറ്റി നമ്മൾ സെറ്റ് ചെയ്തതല്ല കേട്ടോ, മുമ്പ് ഏതോ ഒരു ടീം സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ റീഫില്ലിങ് ചെയ്യാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ റീഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വാൽവും മാറ്റുന്നുണ്ട്, ഇത് റീഫില്ല് ചെയ്ത് നടക്കണുണ്ട് കേട്ടോ. ഇത് 1054 കുറ്റിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലൂടെ മനസ്സിലാക്കാം കേട്ടോ. ഒന്നിൻ്റെ വാൽവ് നമ്മൾ എപ്പോഴും വെക്കണതേ മോട്ടർ ലൈനിൽ നിന്ന് കൊടുക്കണ പ്രൊജക്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, ആ പ്രൊജക്റ്റിന് കൂടുതലും നമ്മൾ ഒന്നിൻ്റെ വാൽവ് നമ്മൾ കൊടുക്കാറ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അയണിൻ്റെ വേസ്റ്റുകളൊക്കെ വന്നടിഞ്ഞ് അതിൻ്റെ ഫിൽറ്ററൊക്കെ ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം വലിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. നമ്മൾ ഇതേപോലെ അവസ്ഥ വരും. ഒരു പൈപ്പ് തുറക്കുമ്പോൾ മറ്റൊരു പൈപ്പിലേക്ക് വെള്ളം വരാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഗ്രാവിറ്റിയിലാണ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, 1.5 വാൽവ് കൊടുക്കുക. നല്ല ടൈറ്റ് ഉണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ നിറഞ്ഞിട്ട് ഇത് ബ്ലോക്കായി. ഇപ്പോൾ ഒരു പൈപ്പ് തുറക്കുമ്പോൾ മറ്റൊരു പൈപ്പിൽ വെള്ളം വരുന്നില്ല. 2 പൈപ്പ് ഒരുമിച്ച് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഭയങ്കര ടൈറ്റ് ആയിരുന്നിട്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, ഇതേ ഇത്രയും ടൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേ ടൈറ്റിലിടാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസ്ഥ ഇത് നമ്മൾ കൈ കൊണ്ട് നോർമൽ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞ കണ്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഇത്രയും ടൈറ്റിൽ ഈ സാധനം ഇടരുത്. ഇതെങ്ങനെ വെള്ളം കയറും, ഇതിൽ കൂടി വെള്ളം പോണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൽ 2-3 ഐറ്റം എടുത്ത് ലൂസാക്കിയിട്ടോ ഇതെന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിടാൻ പാടുള്ളൂ ശരിക്കും. എന്നാൽ ഒരു ഓവർ ലൂസാകാൻ പാടില്ല, ഓവർ ടൈറ്റ് ആകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഇതിലെ കൂടി പോവും. ടൈറ്റ് ആയി കഴിഞ്ഞാൽ വെള്ളത്തിന് ഫോഴ്സ് ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ സെറ്റിങ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചിലപ്പോൾ ചെറിയ ലൂസായിക്കായിരിക്കുള്ളൂ ഇടുന്നത്. കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ അയൺ കണ്ടൻറ്റിൻ്റെ ഇത് കയറി കഴിയുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, ടൈറ്റായിട്ട് അടഞ്ഞു പോകും. കണ്ട ചെറിയ ലൂസായിട്ട് വരണം. അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റേതായ ഒരു ലൂസിലിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. പതുക്കെ താഴെ കുഴപ്പമില്ല. ടൈറ്റായി പോയിട്ടുണ്ട്. എന്താ ഇതിപ്പോൾ നമ്മൾ പൈപ്പ് ഇട്ട് വരച്ചപ്പോൾ കുറേ പോയതുണ്ടത് അത്രയൊക്കെ ഉണ്ട്. എന്താണ് വന്നത്, ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടത്. ഓണാണോ പരമാവധി ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പരമാവധി പറ്റണോടത്തോളം ക്ലിയർ ആക്കിയിട്ടുണ്ട് ശരിക്കും. എൻ്റെ പൂപ്പലൊന്ന് കാണിച്ചു. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ആഴ്ച ഇവിടെ ഋഷിക്കാട് ചെയ്യാൻ പോലെ ഋഷിക്കാട് ഈ വീട് നേരെ കാണുന്ന വീട് അവിടുത്തെ കട ഒരു ഋഷിന്ന് പള്ളിപ്പാടത്ത്. ഇപ്പം അവിടെ ആയ പെണ്ണും ഉമ്മയും മാത്രമേ ഉള്ളൂ. അതല്ല ഇത്. അപ്പോൾ നമ്മളിവിടുത്തെ കണക്ഷൻ കൊടുക്കലൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് ബാക്ക് വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കണക്ഷൻ കൊടുത്തേക്കണേ നമ്മൾ ഈ 1.5 പൈപ്പ് തന്നെ കറക്റ്റ് കൊടുത്ത് ഇവിടെ ഒരു വാൽവും കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ വാൽവ് കൊടുക്കാൻ കാരണം ഇവിടെ നമ്മൾക്ക് 1ൻ്റെ പൈപ്പ് നമ്മൾക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം മോട്ടർ ലൈനിൽ നിന്ന് ബാക്ക് വാഷ് ചെയ്യാനുള്ള
ഒരു സംവിധാനം ഇവിടെ ആദ്യമേ ഉണ്ടായിരുന്നു. അത് ഇതുമേൽ തന്നെ നമുക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ കണക്ഷനും കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ വെള്ളം അവിടെ ഷവറിലൊന്നും വെള്ളം വരില്ലായിരുന്നു. ഇപ്പോൾ ഷവറിൽ വെള്ളം വരുന്നുണ്ട്. ആദ്യം തന്നെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, വെള്ളം നല്ല സൂപ്പറായിട്ടുണ്ട്. അവിടെ ഗ്ലാസ് ഒക്കെ ഈ സ്പീഡ് വെള്ളത്തിനുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഇതുണ്ടാ വെള്ളം. അപ്പോൾ നമ്മൾ നേരം ഇരുട്ടായി. അപ്പോൾ ഒരു 7 മണി ആവാറായിട്ടാണ് സമയം, 6:50. ഈ സമയത്ത് നമ്മൾ എടുക്കണതാണ് ക്ലാരിറ്റി കുറവ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയുടെ അവസാനിപ്പിക്കണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മളെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.